പ്രശസ്ത ദേവസ്വം ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ ഭക്തരോടുള്ള പെരുമാറ്റം കണ്ട് നമ്മൾ ലജ്ജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേവസ്വം ജീവനക്കാർ പ്രൊഫഷണൽ ആണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. പ്രൊഫഷണൽ ആയവരുമുണ്ട്. എന്നാൽ അച്ചടക്കമില്ലാത്തവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് പഠിപ്പിക്കും. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാർ മുതൽ ക്ലാസ് 4 വരെയുള്ള ജീവനക്കാരെ പ്രൊഫഷണലാക്കും. അത് എന്തിനു വേണ്ടിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഭക്തൻ ക്ഷേത്രത്തിലെത്തുന്നത് നിത്യജീവിതത്തിലെ ക്ലേശങ്ങൾ മാറാനാണ്. അതിനാൽ ദർശനം സുഖകരമായ അനുഭവമാകണം. വീണ്ടും വീണ്ടും വരാൻ തോന്നണം. അതിന് ക്ഷേത്ര ജീവനക്കാരെ സജ്ജമാക്കാനാണ് ഭക്തസുഗതം ക്ഷേത്ര ദർശനം പരിശീലന പരിപാടി. മറ്റ് ഇതര ക്ഷേത്രങ്ങളുമായി കിടപിടിപ്പിക്കത്തക്കവണ്ണം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ നിലവാരമുയർത്തുവാനും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യുവാനുമുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയാണിത്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി വിശ്വാസികളെ അടുപ്പിക്കാനായി പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും സൗഹാർദ്ദപരമായ ഇടപെടലിന് ജീവനക്കാർക്ക് പരിശീലനം നൽകും. ക്ഷേത്രവിധി പ്രകാരമുള്ള പൂജകൾ, ഹോമങ്ങൾ, സപ്താഹയജ്ഞങ്ങൾ എന്നിവ നിർദ്ദേശിക്കേണ്ടത് മേൽശാന്തി ഉൾപ്പെടെയുള്ള ജീവനക്കാരാണെന്ന തിരിച്ചറിവ് അവർക്ക് വേണം. ഇതിനായി ജീവനക്കാർക്ക് ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങൾ, വിശേഷ ദിവസങ്ങൾ, പൂജകൾ എന്നിവയെക്കുറിച്ചും അറിവ് നൽകും. അതിനെപ്പറ്റി കൃത്യമായ അവബോധമില്ലാത്തവർക്ക് ബോധമുണ്ടാക്കാനും ഒക്കെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പരിപാടി ആവിഷ്കരിക്കുന്നത്. ദേവസ്വം ബോർഡ് ചരിത്രത്തിൽ ആദ്യമാണ് ഇത് ആരംഭിക്കുന്നത്. എല്ലാം സ്വകാര്യ ക്ഷേത്രങ്ങളുമായി മത്സരിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രയത്നങ്ങളാണ്. നെയ്യാറ്റിങ്കര ഗ്രൂപ്പിൽ തുടക്കമിട്ട പരിശീലന പരിപാടി ഇന്ന് തിരുവനന്തപുരം, ഉള്ളൂർ ഗ്രൂപ്പുകളിലെ 450ഓളം ജീവനക്കാർക്കാണ്. ജൂൺ 3 ശബരിമല ആറന്മുള ഗ്രൂപ്പിലെ പരിശീലനത്തോടെ പൂർത്തിയാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.